സാധാരണ ഹാജിമാരിൽ ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുന്ന ഘട്ടം ഉണ്ടാകാറുണ്ട്. ഈ തഹല്ലുലാകുന്ന ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഒരാൾ ഉംറയാണ് നിർവഹിച്ചതെങ്കിൽ ഉംറയുടെ തവാഫും സഅയും കഴിഞ്ഞ് മുടിയെടുക്കലോടുകൂടെ, പുരുഷന്മാർ മുടി വടിക്കുക, സ്ത്രീകൾ മുടി വെട്ടുക, അതാണല്ലോ സുന്നത്ത്. ഇനി 3 മുടി പുരുഷന്മാരെടുക്കുക, അതും അഫ്ദലാണ്, അങ്ങനെ എടുക്കുകയും ചെയ്യാം. അങ്ങനെ തഹല്ലുലാകാം. അതോടുകൂടെ ഉംറയിൽ നിന്ന് പൂർണ്ണമായും അവൻ തഹല്ലുലാകും. എന്നാൽ ഹജ്ജിലാകുമ്പോൾ ഹജ്ജിന്റെ തഹല്ലുൽ 2 ഘട്ടമാണ്. ഞാൻ നേരത്തെ വിശദീകരിച്ച കൂട്ടത്തിൽ പറഞ്ഞിരുന്നു, പെരുന്നാളിന്റെ ദിവസം ജംറത്തുൽ അഖബയെ എറിയുക, തവാഫ് ചെയ്യുക, മുടി എടുക്കുക. ഈ 3 കാര്യങ്ങൾ, അതിൽ അറവ് പറഞ്ഞിട്ടുണ്ട്. അറവ് സുന്നത്താണ്, അത് നിർബന്ധമുള്ള ഘടകമല്ലല്ലോ. ഈ 3 എണ്ണത്തിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം ഒരാൾ ചെയ്താൽ, ഉദാഹരണത്തിന് ഏറ് നടത്തി മുടി എടുത്താൽ, അവന് 1-ാം ഘട്ട തഹല്ലുൽ പൂർത്തിയായി. 3-ാമത്തെ കാര്യം എപ്പോഴാണോ ചെയ്യുന്നത് അപ്പോഴാണ് അവൻ പൂർണ്ണമായും തഹല്ലുലാവുന്നത്. അപ്പോൾ 1-ാം ഘട്ട തഹല്ലുല് ആയിക്കഴിഞ്ഞാൽ അവനിക്ക് പിന്നെ പുരുഷന്മാർക്ക് തുന്നപ്പെട്ട വസ്ത്രം ധരിക്കുന്നത് കൊണ്ട് വിരോധമില്ല. അതുപോലെ മുടി നീക്കം ചെയ്യുന്നത് കൊണ്ട്, തല മറക്കുന്നത് കൊണ്ട്, സ്ത്രീകൾ മുഖം മറക്കുന്നത് കൊണ്ട് ഒന്നും വിരോധമില്ല. 1-ാം തഹല്ലുലായി കഴിഞ്ഞാൽ, 1-ാം ഘട്ട തഹല്ലുല് കഴിഞ്ഞാൽ ഇതിനൊന്നും വിരോധമില്ല. എന്നാൽ സംയോഗം ചെയ്യുക, നിക്കാഹിന്റെ ഇടപാടുകൾ നടത്തുക, ഇത്തരം കാര്യങ്ങളൊന്നും അവർക്ക് അനുവദനീയമല്ല. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2-ാം തഹല്ലുല് പൂർത്തിയാകണം. 2-ാം തഹല്ലുല് പൂർത്തിയാകണമെങ്കിൽ നേരത്തെ പറഞ്ഞ 3-ാമത്തെ കാര്യം, അതായത് ജംറത്തുൽ അഖബയെ എറിയുക, ഇഫാദത്തിന്റെ തവാഫ് ചെയ്യുക, മുടിയെടുക്കുക, ഈ 3 കാര്യം 3ഉം ചെയ്യുമ്പോഴാണ് പൂർണ്ണമായും അവൻ ഹജ്ജിൽ നിന്ന് തഹല്ലുലാകുന്നത്. പൂർണ്ണ തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ സാധാരണത്തെ പോലെ അവന് പിന്നെ പ്രത്യേക തടസ്സങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഒരാൾ ജംറത്തുൽ അഖബയെ എറിഞ്ഞു, നേരെ മക്കത്ത് പോയി അവൻ തവാഫ് ചെയ്തു, സഅയ് ചെയ്തു. നേരത്തെ സഅയ് ചെയ്തിട്ടുണ്ടെങ്കിൽ സഅയ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ ശേഷം മുടിയെടുക്കുകയും ചെയ്താൽ അവന് 2 തഹല്ലുലും അതോടുകൂടെ പൂർത്തിയായി. പിന്നെ അവന് മുഹറമാത്തുൽ ഇഹ്റാം ചെയ്താൽ നിഷിദ്ധമാകുന്ന കാര്യങ്ങൾ നേരത്തെ നമ്മളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവിടെ നിങ്ങൾക്കൊന്ന് ആവർത്തിച്ച് കേട്ടാൽ മതിയാകും. ആ കാര്യങ്ങളൊന്നും അവന് തടസ്സമുണ്ടാവുകയില്ല. എന്നാൽ അന്ന് ജംറയെ എറിഞ്ഞു, മുടിയെടുത്തു, അവിടെ 1-ാം തഹല്ലുൽ സംഭവിച്ചു. 2-ാം തഹല്ലുൽ ഇനി തവാഫ് ചെയ്യുന്നതോടുകൂടെ അത് പൂർത്തിയാവുകയുള്ളൂ. എപ്പോഴാണ് തവാഫ് ചെയ്യുന്നതെങ്കിൽ 2-ാം തഹല്ലുൽ പൂർത്തിയാവും. 1-ാം തഹല്ലുൽ പൂർത്തിയാകുമ്പോൾ അവന് ഏറെക്കുറെ ചില കാര്യങ്ങളൊക്കെ തടസ്സങ്ങൾ നീങ്ങിയിട്ടുണ്ടെങ്കിലും പൂർണ്ണമായി തഹല്ലുൽ ആവുകയില്ല. നിഷിദ്ധമായ കാര്യങ്ങൾ, എല്ലാ നിഷിദ്ധമായ കാര്യങ്ങളും ഹലാലാവുകയും ഇല്ല. ഇങ്ങനെയാണ് തഹല്ലുലിൻ്റെ വിഷയം പറയുമ്പോൾ. അപ്പോൾ ഇത്രയും നമ്മൾ വിശദീകരിച്ച കാര്യങ്ങളിൽ നിന്ന് ഒരു ഹജ്ജ് ചെയ്യുന്ന ഹാജിയാണെങ്കിൽ അദ്ദേഹത്തിന് വളരെ അനിവാര്യമായ ഈ കാലഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന വിഷയങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ മറുപടിയും ഈ ചോദ്യങ്ങളും ഇവിടെ നടത്തിയിട്ടുള്ളത്. പരമാവധി ഈ വീഡിയോകളൊക്കെ കണ്ട് അമലുകളൊക്കെ കൃത്യമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല മബ്റൂറായ മഖ്ബൂലായ ഹജ്ജ് നിർവഹിക്കാൻ, ഉംറ നിർവഹിക്കാൻ, മറ്റ് സിയാറത്തുകളും മറ്റുമൊക്കെ നിർവഹിക്കാനും, പുണ്യമാക്കപ്പെട്ട സ്ഥലങ്ങളൊക്കെ ധാരാളമുണ്ട്, അവിടെയൊക്കെ ചെന്ന് പ്രത്യേകം ദുആ ചെയ്യാനും സിയാറത്ത് ചെയ്യാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതിലുപരി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിൽ ചെന്നുകൊണ്ട് സിയാറത്ത് ചെയ്യാനും ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും സലാം പറയാനും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ വീഡിയോ കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രേക്ഷകരോടും ഇത്തരത്തിൽ ഈ ഒരു അവസരത്തിൽ അപേക്ഷിക്കാനുള്ളത്, നിങ്ങളുടെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങൾ ദുആ ചെയ്യണം, മറക്കരുത്. വസിയ്യത്തായി എല്ലാവരോടും ഇതിൻ്റെ പ്രവർത്തകർക്ക് വേണ്ടി അണിയറയിൽ വർക്ക് ചെയ്തിട്ടുള്ള മസലക്കുസുന്നയുടെ പ്രവർത്തകരാകുന്ന മുതഅല്ലിമീങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ദുആ ചെയ്യണം. എപ്പോഴും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉണ്ടാകണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഫാഅത്തിൽ ഉൾപ്പെടുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.